ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. കാര്യം എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളതെന്നും ആ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് വാദോരാതെ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് മെത്തേഡ് പറഞ്ഞു തന്നാലും ലാസ്റ്റ് ഞാൻ വന്ന് നിങ്ങളോട് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്, 16:8 ആണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ 3 ടൈപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാർ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും പലർക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യാനാണ്? കുറേ പേര് പറയുന്നു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ 10 കിലോ കുറയുന്നു, 15 കിലോ കുറയുന്നു, ഇങ്ങനെ ഷടപടേ എന്ന് പറഞ്ഞിട്ട് കുറയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കുറയുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ വരും. അപ്പോൾ ഞാൻ ഈ വീഡിയോ മൊത്തത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ ഈ ഒരു 3 കാറ്റഗറി ഓഫ് ആൾക്കാരിൽ ഉൾപ്പെടുന്നവരാണോ എന്ന ആ ഒരു കാറ്റഗറി കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നേരാവണ്ണം നടക്കാത്തത്. ചിലപ്പോൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 3 കാറ്റഗറിയിൽ റൈറ്റ് ട്രാക്കിൽ പോകുന്നത് കൊണ്ടായിരിക്കാം, അത് അല്ലായിരിക്കാം. അപ്പൊ ഈ ഒരു 3 കാറ്റഗറി ആരൊക്കെയാണ്? ആ ഒരു 3 കാറ്റഗറി ഓഫ് ആൾക്കാർ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ 3 കാറ്റഗറിയിൽ ഏതു കാറ്റഗറിയിൽ പെടുന്നു? ഞാൻ എന്റെ വെയിറ്റ് ലോസ് സമയത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാര്യം ഈ ഒരു ഇതിനകത്ത് ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അതല്ല വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളവർക്കും അതുമല്ല എനിക്ക് വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യണം എന്നാ എനിക്കൊന്ന് ലാവിഷായിട്ട് നടക്കുകയും ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് വച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർക്കും കൂടി എല്ലാവരും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിലൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്തിടുക കേട്ടോ. അപ്പം മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലത്തതും അത് മാത്രമല്ലാതെ നമ്മുടെ കയ്യിൽ കുറെ സ്കിൻ കെയർ കാര്യങ്ങളുണ്ട്, ഫാഷൻ കാര്യങ്ങളുണ്ട്, റിവ്യൂ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ എല്ലാ കാറ്റഗറി ഓഫ് വീഡിയോസും നിങ്ങളുടെ കയ്യിൽ എത്തുള്ളൂ. അപ്പൊ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാർ ആരാണ് എന്നാണ് ഞാൻ ആദ്യം വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് തൊട്ട് മുന്നേ ഞാൻ പറയാം, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ മൊത്തം ഒരു ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പുതിയൊരു വേർഡാണ്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ എന്തെങ്കിലും ഒക്കെ ഡൗട്ട്, പുതിയൊരു വേർഡ് അല്ല, എനിക്കൊന്ന് കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന് ഡീപ്പസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയൊന്നും ആർക്കും അറിയില്ലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് എത്ര മെത്തേഡ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാം, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ടൈമിങ്, ആ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കും. നിങ്ങൾ എല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വെയിറ്റ് കുറയും കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഞാൻ ഇവിടെ 16:8 മെത്തേഡാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും എടുക്കാൻ നല്ല കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു 16/8 എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 16/8 എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടിട്ട് ഒരു 3 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. സ്ട്രിക്റ്റ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആദ്യത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? കറക്റ്റ് ടൈം മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഞാൻ ഇന്ന മണിക്ക്, ഞാൻ 12 മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും, ഞാൻ 7 മണിക്ക് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ 8 മണിക്ക് ഉള്ളിൽ ഭക്ഷണം കഴിച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നുണ്ടെങ്കിൽ അതേ കറക്റ്റ് ടൈം, ഞാൻ 12 മണിക്കാണെങ്കിൽ 12 മണിക്ക്, ഞാൻ 7:56 സ്റ്റോപ്പ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ 7:56 തന്നെ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുമെന്ന് ഡെയിലി എത്ര നാളാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അവർ ഫോളോ ചെയ്യുന്നത് ആ അത്രയും നാളും ഇവർ ഇത് തന്നെ ഫോളോ ചെയ്യും. ഇവരെ സംബന്ധിച്ച് 2 മീലേ കാണുള്ളൂ. ഒരു ലഞ്ചും കാണും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാണും, ഒരു ലഞ്ചും കാണും. ഇതിൻ്റെ ഇടയ്ക്ക് അവർ സ്നാക്കോ കാര്യങ്ങളോ ഒന്നും അധികം എടുക്കില്ല. പിന്നെ
ഇവരെ സംബന്ധിച്ച് ചീറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, ഇവർക്ക് ചീറ്റ് ഡേയേ ഇല്ല. പിന്നെ ഇവർ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇവർ കുടിക്കുന്ന വെള്ളം, ഗ്രീൻ ടീ, പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് കോഫി കുടിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമേ ഇവർ കുടിക്കുള്ളൂ. അല്ലാതെ ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം പോലും അവരെടുക്കില്ല. ഓക്കെ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഫുഡും അവരെടുക്കില്ല. അപ്പൊ അല്ലാത്ത രീതിയിലുള്ള ഫുഡ് മാത്രമേ ഇവരെടുക്കുള്ളൂ. പിന്നെ ഇവർക്കായിട്ട് ഒരു ടൈം കാണുന്നു വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ ഒരു ടൈം ഉണ്ടായിരിക്കും, പിന്നെ അവര് ഉറങ്ങുന്നതിനൊരു ടൈം ഉണ്ടായിരിക്കും, അവർക്ക് ഇത്ര മണിക്കൂർ അവർ സ്ലീപ്പ് പ്രോപ്പറായിട്ട് അവർ എടുത്തിരിക്കും. അങ്ങനെയൊക്കെ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിൽ നമ്മുടെ കാർബ്സ് വളരെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. കാർബ്സ് എടുക്കുമെന്ന് വെച്ചാൽ എടുക്കും, എല്ലാം ഇൻക്ലൂഡ് ചെയ്യും, പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിൻസ്, കാർബ്സ്, മിനറൽസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ നോട്ട് ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കും അവർ കഴിക്കുന്നത്. ഓക്കെ, പ്രോട്ടീൻ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. കാലറീസ് കറക്റ്റ് നോക്കിയിട്ടായിരിക്കും, ഇത്രയും കാലറി ആണെങ്കിൽ ഇത്രയും കാലറിക്കുള്ളിൽ അവർ നിൽക്കും. അവർ മെഷർ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ജങ്ക് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. വെയിറ്റ് സ്ട്രെങ്തനിങ്ങും കാർഡിയോയും അവർ റെഗുലർ ആയിട്ട് അവർ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയും കേട്ടോ. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വെയിറ്റ് കുറയലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആള് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് പെട്ടെന്ന് തന്നെ വെയിറ്റ് അങ്ങ് കുറയും, ഈ ഒരു കാറ്റഗറി ഓഫ് ആള്. ഈ നെക്സ്റ്റ് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ്. 16/8 ഒക്കെ തന്നെയാണ്. ഇന്ന് ഞാൻ 16/8 എടുത്തു, നാളെ ചിലപ്പോൾ ഞാൻ 16/8 എടുക്കില്ല, ചിലപ്പോൾ 14 hours മാത്രമേ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുള്ളൂ, ബാക്കി സമയം കഴിക്കും. ഇങ്ങനെയൊക്കെ ഇത് ഒരു സ്ഥിരതയില്ലാത്ത ഒരാളായിരിക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ഒരാളെന്ന് പറയുന്നത്. ഓക്കെ, ഫാസ്റ്റിംഗ് സമയത്ത് വെള്ളം കുടിക്കും, ചിലപ്പോൾ ഞാൻ ചായയും കുടിക്കും, ചിലപ്പോൾ ഞാൻ ജീരക വെള്ളം കുടിക്കാം, ചിലപ്പോൾ ഞാൻ ലെമൺ വാട്ടർ കുടിക്കുമായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒന്ന് ഫോക്കസ് ചെയ്യില്ല. ചിലപ്പോൾ ഇന്ന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന് ഞാൻ വാട്ടർ മാത്രമേ കുടിക്കുള്ളൂ, ഇന്ന് ഞാൻ കറക്റ്റ് ടൈം ഫോളോ ചെയ്യും, നാളെ ഇതൊന്നും ഇല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഇഷ്ടമുള്ള രീതിയിലായിരിക്കും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആളാണ്. ഈറ്റിംഗ് വിൻഡോ സമയത്താണെങ്കിൽ 3 മീൽസ് എടുക്കും. അതേപോലെ തന്നെ ജങ്ക് എപ്പോഴെങ്കിലും ഒക്കെ എടുക്കും. പിന്നെ എന്ന് വെച്ചാൽ കാലറി നോക്കിയായിരിക്കില്ല ഫുഡ്, ഒരു ഐഡിയ കാണും, ആ ഒരു രീതിയിലായിരിക്കും ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അവിടെ എന്തുണ്ട്, അവിടെ കാലറി മീൻസ് ഹെൽത്തി ഫുഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഫോക്കസ് ഹെൽത്തി ഫുഡ് ആണെങ്കിലും സൈഡിൽ ഒരു ജങ്ക് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കാൻ പാടില്ല, പക്ഷെ എങ്ങനെ വേണം, എനിക്ക് വെയിറ്റ് കുറയുകയും ചെയ്യണം എന്നുള്ള ഒരു കാറ്റഗറി ആൾക്കാരാണ് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല, പക്ഷേ വെയിറ്റ് കൂടത്തുമില്ല കുറയവുമില്ല. ആ ഒരു രീതിയിൽ ഒരു സ്ലൈറ്റ്ലി ചെറിയ ചെറിയ ഗ്രാമുകൾ മാത്രം കുറയാം. ചിലപ്പോൾ ഇന്നൊരു ഗ്രാം കുറയും, നാളെ ചിലപ്പോൾ കുറച്ചൊന്ന് കൂടാം. വലിയൊരു ഹ്യൂജ് ഓഫ് വെയിറ്റ് വയ്ക്കില്ല, പക്ഷെ എന്നാൽ വെയിറ്റ് അത്രയ്ക്ക് ഒരുപാട് കുറയൂല. അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് ആളാണ് ഈ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു ആൾക്കാരാണ് അല്ലെ ഫ്ലെക്സിബിൾ കാറ്റഗറി എന്ന് പറയുന്നത്. നമ്മൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി മോഡറേറ്റും കൂടെ കേൾക്കാം. മോഡറേറ്റും കൂടെ കേട്ടതിന് ശേഷം ഞാൻ ഈ കാറ്റഗറിയിൽ ഏത് വരും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് മോഡറേറ്റ് ആണെങ്കിൽ 16 മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ് ഒക്കെ നോക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീക്ക്ലി ചിലപ്പോൾ ഒന്ന് ചേഞ്ച് വന്നാലായി, ബട്ട് എങ്കിലും നല്ല രീതിയിൽ ഫാസ്റ്റിംഗ് നോക്കുന്ന ഒരാളായിരിക്കും. പിന്നെ ഇവര് വാട്ടറൊക്കെ കുടിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ മെയിൻ ഫുഡിനകത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ഫുഡ് കൺട്രോളബിൾ അല്ലായിരിക്കും. എന്നാൽ അവർ കഴിക്കുകയും ചെയ്യും, എന്നാൽ കൺട്രോൾ ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും അവർ കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 80% ഹെൽത്തിയും 20% ഫ്ലെക്സിബിൾ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് മോഡറേറ്റിലുള്ളത്. പിന്നെ ഇവർക്ക് ജങ്ക് ആയിരിക്കില്ല, അവർക്ക് ഹോം മെയ്ഡ് ഫുഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ഹോം മെയ്ഡ് ഫുഡിൽ തന്നെ ചിലപ്പോൾ അവരൊന്ന് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചെന്ന് വരാം. ഓക്കെ, 2 to 3 മീലൊക്കെ അവർ നോർമലി എടുക്കാറുണ്ട്. ബേസിക് വർക്കൗട്ടും അതേപോലെ തന്നെ വാക്കിംഗ്, ഒരു 30 മിനിറ്റ് വാക്കിംഗ് മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. സ്ലോ ആൻഡ് സ്റ്റഡി ഫാറ്റ് ലോസ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാറ്റഗറി ഓഫ് ആൾക്കാരെ നിങ്ങൾ കേട്ടു. ഓക്കെ, ഇനി ഞാൻ പറയാം ഞാൻ ഏത് കാറ്റഗറി ഓഫ് ആളാണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരിക്കലും ഒരു സ്ട്രിക്റ്റിൽ പെടുന്ന ഒരാളല്ല. ഞാൻ ഈ പറയുന്ന മോഡറേറ്റ് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഞാൻ സ്ട്രിക്റ്റിൽ ഉൾപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഡയറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മടുക്കും. ഞാൻ ആ ഡയറ്റ്
അപ്പോഴേ തന്നെ മടുക്കും. എനിക്ക് അങ്ങനെ സ്ട്രിക്റ്റില് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്ട്രിക്റ്റിന്റെ ചില കാര്യങ്ങൾ ഞാൻ പക്കാ ഫോളോ ചെയ്യും. കാര്യം എന്റെ 16 മണിക്കൂർ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ടൈം ആണെങ്കിൽ ഞാൻ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ടൈം തന്നെ ആയിരിക്കും എടുക്കുന്നത്. 8 മണിക്കൂറായിരിക്കും എന്റെ ഈറ്റിംഗ് വിൻഡോ. അത് ഞാൻ പക്കാ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് ഞാൻ ചീറ്റ് ഡേ എടുക്കാറുണ്ട്. കാര്യം ഞാൻ എന്റെ വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾ കണ്ടതാണ് ഞാൻ ചീറ്റ് ഡേ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു 3 കാറ്റഗറിയിലും മോഡറേറ്റ് കാറ്റഗറിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഷണലി നിങ്ങൾക്ക് ജങ്ക് കഴിക്കാം. ഒക്കേഷണലി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്നും അല്ല, വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് ജങ്ക് കഴിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ മെയിൻറ്റെയിൻ സ്റ്റേജിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ജങ്ക് കഴിക്കാറുണ്ട്. ഞാൻ ജങ്ക് കഴിക്കാത്ത ഒരാളൊന്നും അല്ല, ജങ്ക് കഴിക്കാറുണ്ട്. ബട്ട് ഞാൻ കൺട്രോളബിൾ ആണ്. കൂടുതലും ഹോംലി ഫുഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും ഞാൻ കൂടുതലും കഴിക്കാറുള്ളത്. സ്ട്രിക്റ്റ് ഡയറ്റ് എപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വെയിറ്റ് ഇത്രയാണ്, നമുക്ക് ഈ ഒരു വെയിറ്റ് കുറയ്ക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രിക്റ്റ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ചാടി കയറി നമ്മൾ ഫ്ലെക്സിബിളോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് നേരെ കൂടും. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, അവര് പറഞ്ഞിട്ടുണ്ട് എന്ത് ഫുഡും കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉഴുന്നുവട കഴിക്കണം എന്ന് തോന്നി, നിങ്ങൾ എന്ത് ചെയ്യുക? ഉഴുന്നുവട കഴിക്കാം, ഓക്കെ. പക്ഷെ അതിന് തൊട്ടടുത്തുള്ള മീൽ എന്ത് ചെയ്യുക? സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. സാക്രിഫൈസ് മീൻസ് കഴിക്കണ്ട എന്നല്ല, ബട്ട് ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾക്ക് അറിയാലോ എത്രയാണ് കഴിക്കേണ്ടത്, ആ ഒരു രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഉഴുന്നുവട എന്ന് പറയുന്നത് മറ്റേതിൽ കോംപ്രമൈസ് ചെയ്ത് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ മോഡറേറ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കാറ്റഗറി ഓഫ് ആൾക്കാരിൽ പോവാന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു 30 ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു മോഡറേറ്റ് കാറ്റഗറിയിലാണ് നിന്നത്. ഞാനിപ്പോൾ ഒരു ഫ്ലെക്സിബിൾ കാറ്റഗറിയിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്റെ വെയിറ്റ് 64 തന്നെയാണ് ഇപ്പോൾ. ഇത്രയും നാളായിട്ടും എന്റെ വെയിറ്റ് അങ്ങനെ വലിയ രീതിയിൽ കൂടിയിട്ടുമില്ല, എന്നാൽ ഗ്രാമം കൂടിയിട്ടുണ്ട്. ബട്ട് എന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഒരു കിലോ ഒന്നും എനിക്ക് ഇതുവരെയായിട്ട് കുറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും മോഡറേറ്റ്. അത് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ സ്റ്റേജിൽ വരുമ്പോൾ ഒരു മോഡറേറ്റ് ഫ്ലെക്സിബിൾ റേഞ്ചിൽ നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരിക്കലും ഫ്ലെക്സിബിളിന് താഴെ പോകാനോ ഒരുപാട് ഫ്ലെക്സിബിൾ ആകാനോ പാടില്ല. ഫ്ലെക്സിബിൾ ഒരുപാട് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. അതുകൊണ്ട് മോഡറേറ്റ് ഫ്ലെക്സിബിൾ ആ ഒരു റേഞ്ച് നിൽക്കുക. ഞാൻ മെയിൻറ്റെയിൻസിന്റെ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസത്തില് ഒരാഴ്ച നിങ്ങൾ നല്ല രീതിയിൽ മീൻസ് സ്ട്രിക്റ്റ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഞാൻ എടുത്തു പറയുന്നത് സ്ട്രിക്റ്റ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു മാസം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാതെ മാസം മൊത്തം ഞാൻ ഫ്ലെക്സിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വെയിറ്റ് കൂടുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കണം എന്നില്ല കേട്ടോ. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ ഡയറ്റ് എടുക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പോകേണ്ടി വരും. ഈ പറയുന്ന പോലെ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ ഓക്കെ. അതല്ല നമ്മളിപ്പോൾ പറയുന്നത് ഉഴപ്പി ചെയ്യുള്ളൂ. നമ്മൾ 14 മണിക്കൂർ 15 മണിക്കൂർ അന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് തോന്നിയ സമയത്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല, ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 3 കാറ്റഗറിയും നിങ്ങൾ ഒന്നെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ നോക്കാം. നിങ്ങളിപ്പോൾ ഏതൊരു സ്റ്റേജിലാണ്? നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്ന സ്റ്റേജ് ആണോ, നിങ്ങൾക്ക് ഇനി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റേജ് ആണോ, എനിക്കൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ചാൽ മതി എന്നുള്ളൊരു സ്റ്റേജിലാണോ എന്ന് നോക്കിയിട്ട് ഈ ഒരു 3 കാറ്റഗറിയിലെ ആളിൽ നിങ്ങൾ ഏത് പെടും എന്ന് നോക്കാം. എന്നിട്ട് ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ ഇതിൽ നിന്ന് 3 കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഞാനായിട്ട് എടുത്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് സ്ട്രിക്റ്റ് മോഡറേറ്റ് ഫ്ലെക്സിബിൾ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 16/8 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ഒരു ഈറ്റിംഗ് വിൻഡോ ആൻഡ് ഫാസ്റ്റിംഗ് വിൻഡോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതിനുശേഷം നമ്മളെ ലഞ്ച് ടൈം നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പോർഷൻ ചോറ് എടുക്കുക. നിങ്ങളൊരു മീൻ വറുത്തത് ഇന്ന് കഴിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കഴിച്ചോ,
കുഴപ്പമില്ല. അതിന്റെ പൊടി ഓയിലൊക്കെ മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയ എടുക്കാതെ ആ ഒരു പീസ് മാത്രം എടുത്ത് നിങ്ങൾ ഫുഡ് കഴിച്ചോ, നിങ്ങൾക്ക് പ്രശ്നമില്ല. ഓക്കെ, അതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്യുക, പ്രോട്ടീൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിയും. ഒരു ചിക്കൻ പീസ് ഇന്ന് കഴിക്കണം എന്ന് തോന്നി നിങ്ങൾ കഴിച്ചു, പക്ഷെ അത് നാളെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നമ്മൾ എന്താ, ടീ ടൈം, നമ്മൾ ടീ കഴിക്കുന്ന സമയത്ത് അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തേ പറ്റും. കാരണം ഉച്ചയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു, ഫിഷ് അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും ഫ്രൈ നിങ്ങൾ കഴിച്ചെങ്കിൽ നിങ്ങൾ സ്നാക്ക് ടൈമിൽ കോംപ്രമൈസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ കഴിച്ചില്ല എന്ന് വെക്കുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഫ്രൈഡ് ഐറ്റംസോ ഫുൾ ഹെൽത്തി ആയിരുന്നു, പോർഷനൊക്കെ കൺട്രോൾ ചെയ്ത് ഫുൾ ഹെൽത്തി ആയിരുന്നു എന്ന് വിചാരിക്കാം. സ്നാക്ക് ടൈമിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പരിപ്പൂട കഴിച്ചു എന്നുണ്ടെങ്കിൽ ഇന്ന് കോംപ്രമൈസ് ചെയ്യാം. ഓക്കെ അല്ലേ, എന്താ പരിപ്പൂട കഴിച്ചു. നൈറ്റ് നിങ്ങൾ ലഞ്ച് ടൈമിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്സ് കഞ്ഞിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാലറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ബട്ട് വയർ എന്ത് ചെയ്യുക, ഫുൾ ആയിട്ടിരിക്കുക. ഫുൾ മീൻസ് നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് വിശക്കുന്നത് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരാതെ നിങ്ങൾക്ക് എന്താ ആ ഒരു രീതിയിൽ ഫുഡ് കഴിച്ച് നിർത്താം. ഇനി നമ്മൾ ഒരു ദിവസം എന്തായാലും ഇന്ന് ഉഴുന്നുവട കഴിച്ചിട്ട് അന്നത്തെ ദിവസം ഒരു ചെറിയ രീതിയിൽ ജങ്ക് എടുത്തല്ലോ. ഇനി നമ്മൾ പിറ്റേ ദിവസം ആകുന്ന സമയത്ത് നമ്മൾ എന്താ പക്ക നല്ല രീതിയിൽ ഹെൽത്തി മാത്രം ഫുഡ് കഴിക്കുക. അവിടെ ജങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിറ്റേന്നായാലും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഉച്ചയ്ക്ക് ഒരു ഫിഷ് ഫ്രൈ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ കൂടുതലും അങ്ങനെയുള്ള കാറ്റഗറി ഫുഡിന് പകരം നിങ്ങൾ വേറെ കാറ്റഗറി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള കാറ്റഗറി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ ചിലപ്പോൾ 1-2 തവണ നമുക്ക് ജങ്ക് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്തിട്ട് ജങ്ക് കഴിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു കാറ്റഗറിയെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേ ഒരു കാറ്റഗറി ഓഫ് ഡയറ്റിംഗ് ആയിരുന്നു ഞാൻ ഈ ഒരു മാസത്തിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് 4 to 5 കിലോ വരെ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വെയിറ്റ് കുറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ ആ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടോ നമ്മുടെ വെയിറ്റ് മാറ്റിമറിക്കില്ല. എത്രയെങ്കിലും ദിവസങ്ങൾ കൊണ്ട് മാത്രമേ നമ്മളെ വെയിറ്റ് മാറ്റിമറിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്താ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. വെയിറ്റ് എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറിന്റെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം വെയിറ്റ് കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ട്. അല്ലാതെ ഒന്നും അറിയാതെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.